ആ ആ ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ആ മാവിൻ ചുവട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വരൂ. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ആദ്യം കണ്ട സ്ഥലമാണ് ഈ ലോക്കോ ഷെഡും, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും റെയിൽവേ മേൽപ്പാലവും ഈ റണ്ണിംഗ് ബംഗ്ലാവും. ഇവിടെയാണ് എൻ്റെ അത്ഭുത കാഴ്ചകൾ ആരംഭിക്കുന്നതും എൻ്റെ ജീവിതം രണ്ടാമത് പുനർസൃഷ്ടിക്കപ്പെടുന്നതും. ഷൊർണൂരിൽ വന്നതിന് ശേഷം ഞാൻ കളിച്ചു വളർന്ന, ഏറെ കൗതുകം നിറഞ്ഞ അനുഭവങ്ങളുള്ള, ഞാൻ താമസിച്ച പ്രദേശമാണ് ചേട്ടൻകട ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഗണേശഗിരി കുന്നിൻപുറം. ഒരിക്കലും മറക്കാനാവാത്ത സ്മരണകൾ തന്നെയാണ് ഗണേശഗിരിയും എൻ്റെ രക്തവും തമ്മിലുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഷൊർണൂരിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യം 3ലും 4ലും പഠിച്ച സ്കൂളാണിത്. ഈ കപ്പേളയിൽ അന്ന് ഈ സ്കൂളിൻ്റെ മാനേജറായ ഒരു കണ്ണാടി ടീച്ചർ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പ്രകൃതമായിരുന്നു അവരുടേത്. സ്നേഹത്തിൻ്റെ ഒരമ്മ. അതിനുശേഷം ഈ അതിൻ്റെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഞാനിങ്ങനെ മെല്ലെ വരികയാണ്. പഠനം മാത്രമല്ലല്ലോ, എത്ര നാടകങ്ങളാണ് ഞാനിവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത്, ചെറുപ്പത്തിലും മുതിർന്നപ്പോഴും. പഠിത്തം മാത്രമല്ല, ബാല്യകാലത്ത് നാടക റിഹേഴ്സലിന്, പിന്നീട് മുതിർന്നപ്പോഴും നിരവധി ഹാസ്യ നാടകങ്ങളിലൊക്കെ ബാലേട്ടനൊപ്പവും സ്വാതിമോഹനൊപ്പമൊക്കെ അഭിനയം പഠിക്കാനും അഭിനയ പരിശീലനത്തിനും ഞാൻ കയറി ഇറങ്ങിയിട്ടുള്ള, വർഷങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയൊരു സ്ഥാപനമാണ് ഗണേശഗിരി ഈ സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ. അക്ഷരവിദ്യയിലൂടെ കൈപിടിച്ച് നയിച്ച മഹാരഥന്മാരായ നിരവധി അധ്യാപകരെ ഈ സമയത്ത് എങ്ങനെ സ്മരിക്കാതിരിക്കും? ഇതാണ് ഞാൻ പറഞ്ഞ കണ്ണാടി ടീച്ചർ. ഇപ്പോൾ മരിച്ചു പോയവരും റിട്ടയർഡായി സ്വസ്ഥജീവിതം നയിക്കുന്നവരുമായിട്ടുള്ള, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട അധ്യാപകരുടെ മുന്നിലൂടെയൊക്കെ ഞാനെന്ന വിദ്യാർത്ഥി സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടി പറയാതിരിക്കാൻ എനിക്കെങ്ങനെയാവും? സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളിലെ നാടകക്കളരി എന്ന് പറയാവുന്ന ഈ കളിത്തട്ടിലേക്ക് വീണ്ടും എത്തുമ്പോൾ മനസ്സിങ്ങനെ പതറുകയാണ്. ഈ ഒരു സ്ഥലമില്ലായിരുന്നെങ്കിൽ എന്നിലെ ചെറിയ കലാകാരനെങ്കിലും ഉണരുമായിരുന്നോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. നന്ദി എല്ലാവർക്കും. വർഷങ്ങൾക്കിപ്പുറം ഈ സ്കൂളൊന്ന് കാണാൻ വേണ്ടി കടന്നു വന്നപ്പോൾ, ഇന്നും ഈ സ്കൂളിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, കൃത്യനിഷ്ഠയ്ക്കും വേണ്ടി ആത്മാർത്ഥതയോടെ രംഗത്തുള്ള ചന്ദ്രേട്ടൻ, എൻ്റെ പഴയ ഗുരു കൂടിയായ ചന്ദ്രേട്ടനെയും ഷിജു മാഷയും കണ്ടതിൽ എൻ്റെ മനസ്സ് നിറഞ്ഞ സന്തോഷവും അഭിനന്ദനവും ഞാൻ അവർക്ക് രണ്ടുപേർക്കും അർപ്പിക്കുകയാണ്. നാടകത്തിലെ ബാലനടൻ എന്ന നിലയിൽ ഈ മുണ്ടായിലെ LP സ്കൂൾ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോകുന്നതിനിടയിലും വരുന്നതിനിടയിലും പല വീട്ടുകാരും സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വേലുആശാനടക്കം അന്നത്തെ നാടകത്തിലെ നടന്മാരും മറ്റു പലരും. ആ നന്ദിയും കടപ്പാടും ഒക്കെ എന്നും മനസ്സിൽ സൂക്ഷിക്കാതെ എങ്ങനെ എനിക്ക് സഞ്ചരിക്കാനാവും? ഗ്രാമഭംഗിയുടെ വിശുദ്ധി ഇന്നും ഒട്ടും ചോർന്നു പോകാത്ത ഈ മുണ്ടായിയുടെ വീഥികളും എൻ്റെ ബാല്യകാല സഞ്ചാര പഥങ്ങളായിരുന്നു. ഇന്നും എനിക്കിഷ്ടമാണ് ഈ മുണ്ടായിയെ. 9ാം വയസ്സിൽ 20ാം നൂറ്റാണ്ട് എന്ന നാടകത്തിൽ ബാലനടനായ സമയത്ത് രാത്രികാല റിഹേഴ്സലിന് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന മുണ്ടായിയുടെ അഭിമാനമായ LP സ്കൂൾ ആണിത്. ഈ സ്കൂളിനെ എത്ര കാലം കഴിഞ്ഞാലും അനുഭവ സമ്പത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എൻ്റെ ബോധമണ്ഡലം എന്നോട് സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് അഭിമാനത്തോടുകൂടി ഈ വേദിയിലും പറയാനുള്ളത്. ഈ പായ്വഞ്ചിയിലാണ് ഗണേശഗിരിയിലും മുണ്ടായിലുമായി ഞാൻ യാത്ര തുടങ്ങിയത്. ഈ യാത്രയിൽ മാത്രം എനിക്ക് പറയാൻ ഏതാനും അനുഭവങ്ങളേ ഉള്ളൂ. അത് അടുത്ത എപ്പിസോഡിൽ മറക്കാതെ കാണുക.